ഇനി നമുക്ക് സെയിം പ്രോസസ്സിൽ തന്നെ മാനുവൽ വേരിയന്റേയും കൂടി മൈലേജും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പമ്പിൽ പോകുന്നു, ഫുൾ ടാങ്ക് അടിക്കുന്നു, ഡ്രൈവ് പോകുന്നു, തിരിച്ചു വരുന്നു, ടാങ്ക് റീഫിൽ ചെയ്യുന്നു, മൈലേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ മാനുവൽ വണ്ടിയിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. നമ്മൾ ആ സെയിം ജിയോയുടെ പമ്പിൽ നിന്ന് തന്നെയാണ് അടിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ടാങ്ക് ആയപ്പോൾ നമ്മുടെ നോസിൽ റിട്ടേൺ വന്നിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം അതിനകത്ത് ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. മാക്സിമം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്തോരം കയറുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ടോപ്പിലെത്തിയില്ലേ? ഓക്കെ മതി. ഓക്കെ, ടോപ്പിൽ വരെ പെട്രോൾ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി ഇതിനകത്തേക്ക് ഒരു തുള്ളി പെട്രോൾ പോലും നമുക്ക് അടിക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. നമ്മൾ ടോട്ടൽ അടിച്ചിരിക്കുന്നത് 3670, 34.74 ലിറ്റർ പെട്രോളാണ് അടിച്ചിരിക്കുന്നത്. ആവറേജ് കാര്യങ്ങൾ 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അക്യുമുലേറ്റഡ് ഇൻഫർമേഷനും 0 എല്ലാം ആക്കിയിട്ടുണ്ട്. ഡ്രൈവർ ഇൻഫർമേഷനും 0 ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡ്രൈവിംഗ് കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രൈവ് പോയി നോക്കാം. ഇതിപ്പോൾ 7222 കിലോമീറ്ററാണ് മൊത്തം ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 0 ആക്കിയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടി, ആവറേജ് മൈലേജ് എത്ര ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. ആറ്റുപുഴ പോപ്പുലർ ഹ്യുണ്ടായിന്ന് നമ്മളുടെ മാനുവൽ വേരിയന്റിന്റെ മൈലേജ് ടെസ്റ്റ് നടത്താനായിട്ട് പോവാണ്. അപ്പോൾ ഡിസ്ക്ലൈമർ ഒന്നും കൂടി ആവർത്തിക്കുന്നു. എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് റോഡ് നിയമങ്ങൾ പാലിക്കുക. സീറ്റ് ബെൽറ്റ് ഇടുക. വാഹനത്തിൽ കയറിയ ഉടനെ നമ്മളുടെ ഡ്രൈവർ പൊസിഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. IRVMs അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റോഡിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് പോയത് തൊടുപുഴ അപ്പുറത്ത് മലങ്കര ഡാം വരെ ആയിരുന്നു. നമ്മൾ പോയി തിരിച്ചു വന്നു. ഏകദേശം 55 കിലോമീറ്ററിനടുത്താണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. നമുക്ക് മൈലേജ് നിങ്ങൾ കണ്ടാണ് അറൌണ്ട് 22 അടുത്തൊക്കെയാണ് മൈലേജ് കാണിച്ചത്. ശരിക്കും ഷോക്കിംഗ് മൈലേജ് ആയിരുന്നു കാണിച്ചത്. നമ്മളിപ്പോൾ മാനുവലും കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സ്ട്രൈറ്റ് റോഡുകൾ വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്, ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയും വരുന്നുണ്ട്. നമ്മൾ മാമലക്കണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകുന്ന സ്ഥലമായിരിക്കും. നമ്മൾ നേര്യമംഗലത്ത് നിന്ന് തിരിഞ്ഞാണ് മാമലക്കണ്ടത്തും പോകുന്നത്. ഇപ്പോൾ നമ്മൾ മൂവാറ്റൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പോയി തിരിച്ചു വരാനായിട്ട് ഒരു 100 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഡ്രൈവ് ഉണ്ട്. നമ്മൾ എടുത്ത് തുടങ്ങിയ സമയത്തിന് മൈലേജ് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ക്രീനിൽ. നമുക്ക് ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവലിലേക്ക് വന്നപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, i10 Neos ഒക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. അതല്ലെങ്കിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളിപ്പോൾ ഏത് കാർ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഗോ ഫോർ ഓട്ടോമാറ്റിക്. കാരണം ഓട്ടോമാറ്റിക് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനുവൽ ഓടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അത്ര സുഖമാണ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ. ഇപ്പോൾ i10ന്റെ മാനുവലിലേക്ക് വന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. കാര്യം ആകെയുള്ളൊരു കൺസേൺ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക്കിൽ കണ്ട എല്ലാ ഫീച്ചേഴ്സും മാനുവൽ വേരിയന്റിലും വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് വയർലെസ് ചാർജർ. ഇപ്പോൾ നമ്മുടെ ക്ലച്ച് ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. നമ്മൾ കാലിങ്ങനെ വയ്ക്കേണ്ട താമസം ക്ലച്ച് അങ്ങോട്ട് താഴ്ന്നു പോകും. സ്റ്റിയറിംഗ് ആണെങ്കിലും വളരെ ലൈറ്റാണ്. അതുകൊണ്ട് മാനുവൽ ആണെങ്കിലും ഓടിക്കാനും കൊണ്ടു നടക്കാനൊക്കെ വളരെ സുഖമാണ്. ആകെ ഒരു കൺസേൺ, നമ്മളെ കറക്റ്റ് സ്പീഡിലേക്ക് വരുമ്പോൾ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് ഒക്കെ നല്ല സുഖമാണ്. ഇപ്പം നമുക്കൊന്ന് പവർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യുക, കാല് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചു കയറി പോകുന്ന ഒരു പവറും ഈ വാഹനം നമ്മൾക്ക് തരും. അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും മാനുവലും കൂടി കൺസിഡർ ചെയ്യാം. അതല്ല, നിങ്ങളുടെ ഫുൾ ഫാമിലി വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഓട്ടോമാറ്റിക്. നമ്മളങ്ങനെ മാമലക്കണ്ടം എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് 44.5 കിലോമീറ്റർ ആണുള്ളത് ഡെസ്റ്റിനേഷനിൽ നിന്ന്. 13.9 കിലോമീറ്ററാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. ഇനിയും 697 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാലൻസ് ഉണ്ടെന്നും ഇത് കാണിക്കുന്നുണ്ട്. മാമലക്കണ്ടം ഹൈസ്കൂള്, ഇവിടെ നിന്ന് മെഡിക്കൽ ക്യാമ്പ് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് സ്കൂളിന്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിളിക്കാം. നമ്മൾ മാമലക്കണ്ടം വാഹനം ഓടിച്ചു കഴിഞ്ഞ് ബാക്ക് ടു ഹ്യൂണ്ടായുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ജിയോൻ്റെ പമ്പിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഫ്യൂല് ഫില്ല് ചെയ്ത് ആ സെയിം സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് ബാലൻസ് ഫ്യൂലും
ഫില്ല് ചെയ്യാം. ടാങ്ക് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര ലിറ്റർ പെട്രോളും കൂടിയും ഇതിനകത്ത് അടിക്കാനായിട്ട് പറ്റുമെന്നാണ്. നോക്കിക്കോ എന്തോരും. അതെ അല്ലേ, കട്ടായിട്ടുണ്ട്. ഒന്ന് എടുത്തോട്ടോ, അത് എടുത്തു നോക്കിക്കോ ഏകദേശം എന്തോരും കൂടി അടിക്കാൻ പറ്റുമെന്ന്. നമുക്ക് വേറും പെട്രോൾ ഉണ്ടെന്നത് ഫുള്ളാണ് ഞങ്ങളിപ്പോൾ. ഓക്കെ മതി വേണ്ട മതി ഫുള്ളായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടിച്ചിരിക്കുന്നത് 6.27 ലിറ്റർ പെട്രോളാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 6.27 ലിറ്ററാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. നമ്മളുടെ സിസ്റ്റം കമ്പ്യൂട്ടർ കാണിക്കുന്നത് 15 കിലോമീറ്ററാണ് ആവറേജ്. അതിനകത്ത് 88.9 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3.36 അവറാണ് നമ്മൾ അത്രയും ദൂരം ഓടാനായിട്ട് എടുത്ത സമയം. ഇനി നമ്മൾക്ക് ബില്ലുമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 88.9 നമ്മൾ ഓടിയിരിക്കുന്ന ദൂരം ഡിവൈഡഡ് ബൈ 6.2 ഇതാണ് നമ്മൾ അടിച്ച പെട്രോൾ. 6.2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14.33 കിട്ടുന്ന റിസൾട്ട്. അതായത് 14.33 പെർ ലിറ്ററാണ് നമുക്ക് കാണിക്കുന്ന മൈലേജ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ മാനുവൽ വേരിയന്റിന് നമുക്ക് മൈലേജ് കിട്ടിയത് ഏകദേശം 14.3 കിലോമീറ്റർ പെർ ലിറ്ററാണ്. നമ്മൾ ഓടിച്ചത് നല്ല സിറ്റി ഏരിയ ഉണ്ടായിരുന്നു. കുറച്ചാണ് നമുക്ക് ഓപ്പൺ സ്ട്രെച്ച് റോഡുകൾ കിട്ടിയത്. ഹില്ലി സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോയത് മാമലക്കണ്ടാണ്. പോയ ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം നല്ല ട്വിസ്റ്റി സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയറിൽ മാത്രം ഓടിക്കാം, ഈവൻ ഫസ്റ്റ് ഗിയറിൽ മാത്രം ഓടിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടിയിരുന്നു. ഒരു 1/4 മണിക്കൂർ നമ്മൾ വാഹനത്തിൻ്റെ അകത്ത് AC ഇട്ട് മാത്രമേ ഇരുന്നിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ബാക്ക് ടു പമ്പിലേക്ക് വന്ന് ഫ്യൂല് ഫില്ല് ചെയ്തത്. എന്നിട്ടും നമുക്ക് 14.3 ആവറേജ് മൈലേജ് ലഭിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. കാര്യം ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ആവറേജ് 15-നും 18-നും ഇടയ്ക്കാണ് മൈലേജ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ആ വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു 16 മൈലേജ് ആവറേജ് ലഭിച്ചേനെ. അപ്പോൾ മാനുവലിന് നമുക്കൊരു 14-നും 16-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 16-നും 17-നും ഒക്കെ ഇടയ്ക്ക് തന്നെ നമുക്ക് മൈലേജ് പറയാം. ഓട്ടോമാറ്റിക്കിലാണ് നമുക്ക് ഷോക്കിംഗ് മൈലേജ് കിട്ടിയത്. 22 കിലോമീറ്റർ പെർ ലിറ്ററാണ് i10ന്റെ ഓട്ടോമാറ്റിക്കിന് നമുക്ക് മൈലേജ് ലഭിച്ചത്. നമ്മളത് കറക്റ്റായിട്ട് രാവിലെ അടിച്ച പമ്പിൽ നിന്ന് തന്നെ വന്നിട്ടാണ് പെട്രോൾ അടിച്ചത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഫുള്ളായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാക്സിമം അതിനെ ടാങ്കിൽ എത്ര കയറാൻ പറ്റുന്നോ അത്ര അടിച്ചതിന് ശേഷമാണ് ആ മൈലേജിന്റെ ടെസ്റ്റ് നടത്തിയത്. പിന്നെ അത് കുറച്ചും കൂടി സ്ട്രെയിറ്റ് അവേ റോഡുകളായിരുന്നു. നമ്മൾ ഒരു നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ 20+ മൈലേജ് ലഭിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു പോപ്പുലർ ഹ്യുണ്ടായി, എസ്പെഷ്യലി മൂവാറ്റുപുഴ ഷോറൂം. സൺഡേ ആയിരുന്നിട്ട് കൂടി നമുക്കിവിടെ വന്ന് ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് വാഹനം തരികയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഹ്യുണ്ടായുടെ പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.